നമുക്ക് കുറച്ച് ഇലക്കറികൾ ഉപ്പേരി വെക്കാം. അതിന് 2-3 തരം ഇലക്കറികളാണ്. ഇത് ചീര, ഒരു പിടി ചീരയുണ്ട്, ഒരു പിടി വലിയ പൊന്നാങ്കണ്ണിയാണ് കേട്ടോ. ഇത് ചെറിയ പൊന്നാങ്കണ്ണിയല്ല, വലിയ പൊന്നാങ്കണ്ണി, പച്ച പൊന്നാങ്കണ്ണി. പിന്നെ ഇത് മണിത്തക്കാളി, കടുമുടുങ്ങ മണിത്തക്കാളി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഇലയാണ്. പിന്നെ ഇത് ഇത്തിരിയേ കിട്ടിയുള്ളൂ പൊന്നാങ്കണ്ണി, സാധാരണ ഒറിജിനൽ പൊന്നാങ്കണ്ണി. ഇതിങ്ങനെയാണ് നന്നാക്കി എടുക്കുക. ചെറിയ ഇലയാണ്, അധികം മൂക്കാത്ത തണ്ടിൻ്റെ അടുത്തുനിന്ന് ഒടിച്ചെടുക്കുക. ഇതൊന്നും അധികം മൂത്തിട്ടില്ല. ഇത് വലിയ പൊന്നാങ്കണ്ണി. ഇതിൻ്റെ പൂവ് നുള്ളിക്കളയണം, അല്ലെങ്കിൽ ചിലപ്പോൾ കടിക്കും. മൂത്തതാണെങ്കിൽ മാത്രം, മൂത്ത പൂവുണ്ടെങ്കിൽ പൂവ് മാത്രം ഇങ്ങനെ നുള്ളിക്കളയുക. പുഴുകുത്തിയ ഇലകളൊക്കെ ഒന്ന് നുള്ളിക്കളയുക. നമ്മൾ നന്നാക്കി വെച്ച ചീര കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച സവോള, ചതച്ച വെളുത്തുള്ളി, ചതച്ച കാന്താരി അത്ര ഇട്ട് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയും കാന്താരിയും മൂത്തിട്ടുണ്ട്. നമുക്ക് തീ സിമ്മിലേക്കാക്കുക. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ചീര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തട്ടിപ്പൊത്തി വേവാനായി വെക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. ഉപ്പേരിയിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇളക്കൊന്നിങ്ങനെ ഇളക്കിയിടുക. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. എല്ലാം പാകത്തിനാണോ നോക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഇങ്ങനെ ഒന്ന് അമർത്തി ഇവിടെ വെക്കാം. 2 മിനിറ്റ് മതി. അപ്പോഴേക്കും ഉപ്പേരി റെഡിയാവും. കുറേ സമയം വേവിച്ചാൽ ഇലക്കറികളുടെ ഗുണമൊക്കെ നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ ആവി കയറി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം.